അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഒരു ന്യൂസിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ട ന്യൂസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് കാണാം. തിരുവനന്തപുരം കവടിയാറിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ 3.5 കോടി രൂപ നഷ്ടപ്പെട്ട പ്രവാസി എഞ്ചിനീയർ വീണ്ടും തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിൽപ്പെട്ടു. തിരുവനന്തപുരം കവടിയാറിലെ 3.5 കോടി തട്ടിക്കപ്പെട്ട പ്രവാസി എഞ്ചിനീയർ വീണ്ടും ഓൺലൈൻ തട്ടിപ്പുകാരുടെ കയ്യിൽപ്പെട്ടു. ആലോചിച്ച് നോക്കണം, ഒരിക്കൽ തട്ടിപ്പിനിരയായ ആള് 3.5 കോടി, അത് 1-2 അല്ല, 3.5 കോടി. ആളുടെ പൊസിഷൻ നോക്കണം, പ്രവാസി എഞ്ചിനീയർ, സാധാരണ ഒരു കോമൺ മാൻ ഒന്നുമല്ല, എഞ്ചിനീയർ. 12.25 കോടി രൂപയാണ് ഇത്തവണ നഷ്ടമായത്. ഇത്തവണ 12.25 കോടി രൂപയാണ് പോയി കിട്ടിയിരിക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നു? അതായത് ഓൺലൈൻ ട്രേഡിംഗ് സ്കാം. ഇത് ഒരുപാടുണ്ട് മാർക്കറ്റിൽ, ഓൺലൈൻ ട്രേഡിംഗ് സ്കാം. അതായത് ജസ്റ്റ് ഇവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് പോയി പെടുന്നതെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. കാരണം ഇത്രമാത്രം ഫണ്ട് കയ്യിലുണ്ട്, ഇത്രമാത്രം, അതായത് 3 കോടി 5 കോടി 10 കോടി ഈ പൈസയൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവർ എന്തിന് ഈ ട്രേഡിങ് വെച്ചിട്ട്, ഇത് ആൾക്കാർ ഈ ട്രേഡിങ്ങും ഗ്യാമ്പിളിങ്ങും ഒന്നാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു ട്രേഡറാണ് അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ, ഓ അവൻ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. സത്യാവസ്ഥ ഇവർക്ക് ആർക്കും അറിയില്ല. ട്രേഡിങ്ങിൽ പൈസ ഉണ്ടാക്കാം, പക്ഷെ ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റ് എല്ലാ പണി പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സ്ഥലം കൂടെയാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. മീഡിയയ്ക്ക് ഇത് കിട്ടിയാൽ മതി, പിന്നെ ഈ പൈസയൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് കുറേ താമസം എടുക്കും. പിന്നെ ഈ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി പല സ്കാമുകളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ പിന്നെ കുറേ നാളെടുക്കും. ചിലപ്പോൾ കിട്ടിയ, അതായത് 90% കിട്ടാനുള്ള ചാൻസ് കുറവാണ്, 10% മാത്രം കിട്ടും. വീണ്ടും സൈബർ സെല്ലിനെ സമീപിച്ചിരിക്കുകയാണ് കവടിയാർ സ്വദേശി ഡാനിയൽ. തിരുവനന്തപുരം കവടിയാർ സ്വദേശി ഡാനിയലാണ് പരാതിക്കാരൻ. ഇദ്ദേഹം വർഷങ്ങളായി ദുബായിൽ എഞ്ചിനീയറായി ജോലി നോക്കുകയായിരുന്നു. ഇദ്ദേഹം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ്. ഓൺലൈൻ ട്രേഡിംഗിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്ത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നിൽ നിന്നും 3.5 കോടി രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി. അത് കഴിഞ്ഞ ഒരു വർഷം. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. എങ്ങനെ? സ്വന്തമായിട്ട് കൊണ്ട് വല്ല ആപ്പിലും പൈസ ഇട്ടിട്ട് എങ്ങനെയാണ് തട്ടിയെടുക്കുന്നത്? നിങ്ങളുടെ ഒരു പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറയാം തട്ടിയെടുത്തു. അല്ലെങ്കിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തി ബലമായിട്ട് ഒരു പൈസ കവർന്നാൽ നമുക്ക് പറയാം. നമുക്ക് അടുത്തൊരു ന്യൂസിലേക്ക് പോവാം. ഇത് ഒന്നല്ല, അടുത്തൊരു ന്യൂസിലേക്ക് പോവാം. ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ്. വ്യാജ ഷെയർ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമ നിമേഷാണ് തട്ടിപ്പിന് ഇരയായത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ ചേർന്ന്. ശ്യാം, ഈ കോടികളുടെ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് ഏത് തരത്തിലായിരുന്നു? ഷെയർ മാർക്കറ്റിലൂടെ ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന മുഖേനയാണ് ഈ തട്ടിപ്പ് നടന്നത്. അതായത് 2023 കാലയളവ് മുതൽ 29/8/2025 വരെയുള്ള സമയത്താണ് ഈ നിമേഷിന്റെ ഫോൺ കോൾ മുഖേന കോൺടാക്ട് ചെയ്ത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിൽ പ്രധാനമായിട്ടും ഇവർ ഉപയോഗിച്ചത് ക്യാപിറ്റാലിക് ബോട്ട് എന്ന ടെലിഗ്രാം അക്കൗണ്ട് വഴി. കൊള്ളാം. ഒരെണ്ണം ടെലിഗ്രാം അക്കൗണ്ട് വഴിയൊക്കെയാണ് തട്ടിപ്പ് നടത്തിയത്. അതായത് ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഉടമയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പ് നടത്തി. അതായത് എൻ്റെ വീഡിയോ ഈ പറയുന്ന എത്ര പേര് കാണുന്നു കാണുന്നില്ല അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു 30 പേര് കാണുന്നു. ഈ 30 പേര് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ ഒരു ട്രേഡിംഗ് പ്ലാനോ പറയുകയാണ്, നിങ്ങൾ 10 രൂപ ഇട്ട് അത് 20 ആക്കി തരാമെന്ന്. സിമ്പിൾ. ഇങ്ങനെ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? തെറി വിളിക്കാനോ അടിക്കാനോ ഒന്നും പോകരുത്. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. 10 രൂപ ഇട്ടാൽ 20 ആക്കി കിട്ടുന്ന ഒരു പ്ലാന്, അങ്ങനൊരു പ്ലാന് ഒഫീഷ്യലി നിങ്ങളുടെ അടുത്ത് പറയുന്ന അങ്ങേർക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാമെങ്കിൽ, മനുഷ്യരെല്ലാവരും സെൽഫിഷാണ്. ആ പുള്ളി കയ്യിലുള്ള പൈസ അതിലിട്ട് ഇരട്ടിയാക്കി എടുത്തോണ്ട് വീട്ടിൽ ഇരിക്കത്തില്ലേ? എന്തിനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത്? ചിന്തിക്കൂ. ഇത്രയേ ഉള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ്. 10 രൂപ ഇട്ടാൽ 20 ആക്കി കിട്ടുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു തരുമോ? എനിക്ക് എല്ലാവർക്കും പണക്കാരനാക്കി കൊടുക്കണമെന്നല്ല നേർച്ചയുണ്ടോ? ഇല്ല, ആരും പറയത്തില്ല. നമുക്ക് നന്നായിട്ട് പൈസ കിട്ടുന്ന ഒരു മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് ആരടുത്തും ഷെയർ ചെയ്യത്തില്ല. അതാണ് 99.5% മനുഷ്യർക്കുള്ള സ്വഭാവം. എന്നാൽ കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ മാത്രം എല്ലാവരും എല്ലായിടത്തും ഷെയർ ചെയ്യും. പിന്നെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. 10 കോടി 20 കോടി അല്ലെങ്കിൽ 1 ലക്ഷവും 2 ലക്ഷവും 10,000 20,000 ഒക്കെ ഇടാതെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാവുള്ളൂ. 10 രൂപ ഇട്ട 20 ആക്കി കിട്ടുന്നൊരു സ്കീം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 രൂപ ഇട്ട് 20 ആക്കണം.
എന്നിട്ട് 20 ഇട്ടിട്ട് 40 ആക്കണം, 40 ഇട്ടിട്ട് 80 ആക്കണം, 80 ഇട്ടിട്ട് 160 ആക്കണം, 160 320 ആക്കണം. ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞാൽ മതി അവരുടെ അടുത്ത്. അല്ലെങ്കിൽ ആ കമ്പനിയോട് അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അവരെന്തിനാ നാട്ടുകാരുടെ പൈസ കൊണ്ടിടുന്നത്? അവരുടെ കയ്യിലൊരു 1000 രൂപ ഉണ്ടെങ്കിൽ 1000 ഇട്ടിട്ട് അവർക്ക് 2000 ആക്കി, 2000 4000 ആക്കി, 4000 8000 ആക്കി, 8000 16000 ആക്കി, അങ്ങനെ പൊക്കൂടെ? എന്തിനാണ് ഈ നാട്ടുകാരുടെ എല്ലാം പൈസ കൊണ്ടിട്ട് ഉണ്ടാക്കണത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി, അവർ ആ വഴിക്ക് പൊക്കോളും. വേറെ ഒന്നും നിങ്ങൾ ചോദിക്കേണ്ട. നിങ്ങൾ അടിക്കുകയും മഴക്കുകയും ഉണ്ടാക്കുകയും തെറി വിളിക്കുകയും ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് സിമ്പിൾ അഡ്വൈസ് ഫ്രം മീ, എൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു അഡ്വൈസ്. കാരണം ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ 3.5 കോടി, 12.5 കോടി, 25 കോടി, 30 കോടി ഓൺലൈൻ ട്രേഡിംഗ് സ്കാം. ട്രേഡിംഗ് എന്ന് പറയുന്നതേ സ്കാമാണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കാത്തിരുന്നാൽ മതി. ഞാൻ ആ വീഡിയോ പറയാം ട്രേഡിംഗ് എങ്ങനെ സ്കാമാണെന്ന്. ഞാൻ ട്രേഡിംഗ് സ്കാമാണെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുവാണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കാമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ട്രേഡിംഗ് സ്കാമാണോ അതോ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്കാം അല്ലാതെ സാധാരണ ബാക്കിയുള്ള എല്ലാം പോലത്തെ ഒരു പരിപാടിയാണോ? എങ്ങനെയാണ്? പക്ഷേ എൻ്റെ അഭിപ്രായം ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്കാമാണ്. ഞാനത് എവിടെ തുറന്നു പറയാം. പക്ഷേ അതിൻ്റെ റീസൺസും കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ